ഹലോ ഗൈസ്, ലൈഫ് ഓൺ റെക്കോർഡിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്, ഒരു ലോങ് വീഡിയോ ഇടുന്നത്. ഇന്ന് എൻ്റെ വളകാപ്പ് ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. ചെറുതായിട്ട് ഉള്ളൊരു ഫങ്ഷനാണ്, ഒരുപാട് പേരൊന്നുമില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നടത്തുന്നത്. പിന്നെ കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. അവരെയൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്തിരുന്നു. പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ ചടങ്ങ് അങ്ങനെ ഭയങ്കര കറക്റ്റായിട്ടാണോ ഞങ്ങൾ ചെയ്തേക്കുന്നതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ കേട്ടോ. എല്ലാവരും തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഈ കൂട്ടത്തിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ആളെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലി അവിടെ വെച്ചിരുന്ന പൂക്കളെല്ലാം എടുത്ത് എല്ലാവരുടെ മേത്തേക്കൂടെ കൂടെ എറിയുന്നുണ്ടായിരുന്നു കേട്ടോ. അവളിതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വളരെ മിനിമലായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 8ാം മാസം തുടങ്ങാറായതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ആ ഒരു ചടങ്ങ് അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ലളിതമായിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്തത്. ഞങ്ങൾ ഗേൾസ് എല്ലാവരും പിന്നെ മേക്കപ്പും പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ബിസി ആയിരുന്നു. എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ ആട്ടോ ഈ സംസാരിക്കുന്നത്. ബോയ്സും എന്തോ വലിയ വലിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും ഒക്കെ ആയിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അങ്ങനെ വളകാപ്പ് ഫംഗ്ഷൻ്റെ ചടങ്ങ് തുടങ്ങി കേട്ടോ. അമ്മ വിളക്ക് കത്തിച്ചാണ് നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. AC ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ വിളക്ക് അണഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ മൂടി വെച്ചത്. പിന്നെ നമ്മൾ AC ഓഫ് ചെയ്തു. പക്ഷേ AC ഓഫ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇപ്പോഴത്തെ ഇവിടുത്തെ ചൂട് എല്ലാവർക്കും അറിയാമല്ലോ. 50 ഡിഗ്രിക്ക് മുകളിലാണ്. പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാരും കൂടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ചൂടായിരുന്നു. പക്ഷേ വിളക്ക് അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നെപ്പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ അതാണ് അങ്ങനെ ഫംഗ്ഷനൊക്കെ തുടങ്ങി. ഞാനവിടെ ഇരുന്നു. ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല, മനുവേട്ടനും അറിയില്ല. അവിടെയുള്ള എല്ലാവർക്കും തന്നെ കുറച്ച് അറിവുകൾ ഇതിനെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കറിയുന്ന പോലെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത്. എന്തൊക്കെ തെറ്റുകളുണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഈ ചിരിക്കുന്ന വല്ലതും കാണുന്നുണ്ടെങ്കിൽ അത് അവർ കളിയാക്കുന്നതും പിന്നെ കുരവിടുന്നതും ഒക്കെ കാരണം കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഞങ്ങളെ കളിയാക്കുന്നുണ്ടായിരുന്നു. സോറി സോറി ഇനി ആ കുങ്കുമം നീ വേണേ ഇച്ചിരി നെറ്റിയിൽ വെച്ച് കൊടുത്തു. നെറ്റിക്ക് ഇവിടെ എവിടെ വെക്കണം? ദീർഘസുമംഗലി എന്ന് വിചാരിച്ചു. ഇവിടെ ഇവിടെ ഇനി സ്വീറ്റ് കൊടുക്കും. സൗണ്ട് മൈസൂർ പാക്ക് എടുത്തു. മനുവേട്ടൻ്റെ ടേൺ കഴിഞ്ഞ് പിന്നെ വന്നത് അമ്മയാണ്. പിന്നെയും മുതിർന്നവർ എല്ലാവരും വന്ന് അനുഗ്രഹിക്കും. അതുപോലെ വളയിട്ട് തരും. പിന്നെ അതുപോലെ സ്വീറ്റ്സൊക്കെ തരും. അങ്ങനെ ആ ഒരു ചടങ്ങായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇനി അടുത്തത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടാണ് എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഏകദേശം എല്ലാവരും ഇതേ സെയിം കാര്യം ചെയ്തു തന്നെയായിരിക്കും. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേരെ നമുക്ക് ഈ ഒരു ഫംഗ്ഷന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എനിക്കും ഉള്ളതുകൊണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് പേരെ മിസ്സായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേര് ജോലിയായിട്ട് ബിസിയായി, കുറേ പേര് നാട്ടിലായിപ്പോയി. അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കരുതുന്ന കുറേ പേരെ നമുക്കിതിൽ മിസ്സായി പോയിട്ടുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഞാൻ ഇതുവരെ ഒരു വളകാപ്പ് ചടങ്ങ് പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ മമ്മിക്കും പപ്പയ്ക്കും. അവർക്ക് ഒരു പിടിയും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ. അതൊക്കെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്.
എങ്ങനെയാണ് സ്വീറ്റ് കൊടുക്കേണ്ടത്, ഒരെണ്ണം ഫുള്ള് കഴിപ്പിക്കണോ അതോ എത്ര വളയിടണം, അതൊക്കെ അവിടെ എല്ലാവർക്കും തന്നെ കൺഫ്യൂഷനായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു കസ്റ്റം ഫോളോ ചെയ്യുന്ന പോലെയൊന്നും അല്ല നമ്മൾ വളകാപ്പ് ചടങ്ങ് നടത്തിയേക്കുന്നത്. എല്ലാവരും അവരവർക്കറിയുന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 7 കൂട്ടം പലഹാരങ്ങൾ വേണം എന്ന് മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നൊരു കാര്യം. ബാക്കിയൊന്നും തന്നെ അറിയില്ലായിരുന്നു. എന്തായാലും നല്ല രസമായിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു. ഒരുപാട് ബഹളങ്ങളോ തിരക്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റിയായിരുന്നു. അല്ലിയുടെ ഡെലിവറി ടൈമിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ടും അത് നടന്നില്ല. പിന്നെ അതുപോലെ തന്നെ അല്ലി ഒരു പ്രിമച്വർ ബേബി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കാര്യങ്ങളൊന്നും നടത്താനായിട്ട് പറ്റിയില്ല. ഒരു ചെറിയൊരു ബ്രൈഡൽ ഷവർ പോലെ നമ്മളെല്ലാവരും കൂടെ ചെയ്തിരുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഈ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലാവുമല്ലോ, ഞാൻ അത്രയും ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കുറേ നാളുകളായിട്ട് വീഡിയോസൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ കൂടുതലും നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോങ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കേണ്ട എന്താണെന്ന് ഒന്നും കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞ് സ്വീറ്റ്സും അതുപോലെ വളയൊക്കെ ഇട്ട് തന്നപ്പോഴാണ് അല്ലി പറയുന്നത്, അമ്മ എനിക്കും തരണം എന്ന് പറഞ്ഞു. അങ്ങനെ അല്ലി വന്നിട്ട് എനിക്കൊരു കുഞ്ഞുമ്മയൊക്കെ തന്നു, കവിളിലൊക്കെ മഞ്ഞളൊക്കെ തേച്ച് തന്നു. അതുപോലെ കുഞ്ഞു ബേബിക്ക് ഉമ്മ കൊടുത്തു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അതൊക്കെ. അവൾക്കും ലൈഫിൽ ആദ്യത്തെ അനുഭവമാണ് ഇതൊക്കെ. ഇതുവരെ കണ്ടിട്ടുമില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഇത്രയും ആൾക്കാരും അതുപോലെ പൂക്കളും അവിടെ മിസ്സായിരിക്കുന്ന പൂക്കളെല്ലാം തന്നെ നശിപ്പിച്ചേക്കുന്നത് അല്ലി കേട്ടോ. ഓരോ സ്ഥലത്ത് ഈ ചെയറിൻ്റെ മുകളിൽ കയറി നിന്നും അവളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം അവൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും അവളും ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരും തന്നെ കൈ നിറച്ച് വളയെടുക്കുമ്പോൾ സൈഡിൽ നിന്നും പുറകിൽ നിന്നും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, മൊത്തം വള തീർക്കരുത്, ഇനിയും ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടേണ്ടതാണെന്നൊക്കെ. അങ്ങനെ അങ്ങനെ വന്ന് വന്ന് അവസാനം എല്ലാവരും 1ഉം 2ഉം വളയൊക്കെ ആക്കി കേട്ടോ. എന്തായാലും നല്ല രസമായിരുന്നു. ഫംഗ്ഷന് വന്ന് വളയൊക്കെ ഇട്ട് കഴിഞ്ഞവർ ഓരോരുത്തരായിട്ട് സദ്യയുടെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് പോയിട്ടോ. കുറച്ച് ബിസി ആയിരുന്നു അവരൊക്കെ. മുതിർന്ന എല്ലാവരും തന്നെ പോയി. അതുപോലെ മനുവേട്ടനെയും നിങ്ങൾ ഇതിൻ്റെ അകത്ത് മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം മനുവേട്ടനും അവിടെ അടുക്കളയിൽ കുറച്ച് തിരക്കായിരുന്നു. ഇല വൃത്തിയാക്കലും അതുപോലെ എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കലും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അല്ലി പിന്നെ പറ്റുന്നിടത്തൊക്കെ സൈഡിൽ നിന്ന് പൂക്കളൊക്കെ പറിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ പൂക്കൾ പറിക്കുക, എല്ലായിടത്തും കൊണ്ടുപോയിടുക, നമ്മളിത് വൃത്തിയാക്കുക, ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ എല്ലാവരും എൻ്റെ മൂക്കിലും കവിളിലും നെറ്റിയിലും താടിയിലും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ മഞ്ഞളിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചന്ദനം കൂടെ മിക്സ് ചെയ്തിട്ടാണ് താലത്തിലാക്കിയത്. എനിക്ക് നല്ല പോലെ ഇച്ചിങ് ഉണ്ടായിരുന്നു കേട്ടോ 2 സൈഡിലും. അപ്പോഴാണ് എല്ലാവരും വന്നിട്ട് മൂക്കിലും താടിയിലും ഒക്കെ തേച്ചത്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ യൂസ്ഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇങ്ങനെ ഇരുന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ അല്ലിക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കുരുത്തക്കേടുകളും അവൾ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ വിളക്ക് കാണിക്കാൻ നോക്കുക. അവളുടെ വിചാരം ഹാപ്പി ബർത്ത്ഡേക്ക് നമ്മൾ തിരി കത്തിക്കുന്നത് പോലെ ഇത് ഊതിക്കെടുത്തണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് വന്ന് മറ്റേ കത്തിച്ചിരിക്കുന്ന വിളക്ക് ഊതിക്കെടുത്താനായിട്ട് അവൾ നോക്കും. പൂക്കൾ എല്ലാവരുടെയും തലയിൽ കൂടെ എറിയും. ഇടയ്ക്ക് എനിക്ക് വന്ന് ഉമ്മ തരും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അവളും ബിസിയായിരുന്നു. വരുന്നവർ പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ആദ്യമായിട്ടാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന്. അപ്പോൾ അവിടെ ഇരുന്ന് ഞാനും പറഞ്ഞു, എനിക്കും ഒരു പിടിയില്ല, അതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, കുഴപ്പമില്ല എന്ന്. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നല്ലപോലെ മധുരം കഴിക്കാനായിട്ട് പറ്റി. ഇടയ്ക്കിടയ്ക്ക് ഫ്രെയിമിൽ വരുമ്പം ആൾക്കാർ പറയും, മാറിപ്പോ എന്ന് പറയുന്നതുകൊണ്ടാണ് ഓരോരുത്തർ വന്നിട്ട് സൈഡിൽ കൂടെ മാറി നിൽക്കുന്നത്. എല്ലാവരും പുറകിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സദ്യവട്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേര് ബിസിയായിപ്പോയി. പിന്നെ നമ്മുടെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളും കൂടെ ഉണ്ട്, എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീഡിയോസൊക്കെ ചെയ്യുന്ന ബഷീർ. അപ്പം ബഷീറിന് ഇടയ്ക്ക് വെച്ച് ഒന്ന് പുറത്തൊന്ന് പോകേണ്ട വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗ്ഷന് വന്നെങ്കിലും മെയിനായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാനായിട്ട് ബഷീറിന് പറ്റിയില്ല. ബഷീറിനെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ തിരക്കായിട്ട് മിഥുനും ബിസിയായിപ്പോയി. അതുപോലെ ഈ സദ്യയുടെ കാര്യമാണെങ്കിൽ ഞാനാണ് ആദ്യമായിട്ട് സദ്യ കഴിക്കേണ്ടതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞതുകൊണ്ട് ഞാനാണ് കേട്ടോ ഫസ്റ്റ് എല്ലാം
ടേസ്റ്റ് ചെയ്തത്. എനിക്കാണെങ്കിൽ ഇപ്പം വെജ് ഫുഡാണ് കൂടുതൽ ഇഷ്ടവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആസ്വദിച്ച് സദ്യ കഴിച്ചു. സദ്യ ഉണ്ടാക്കിയത് ഫുള്ളും മമ്മിയും അമ്മയും കൂടെ ചേർന്നിട്ടാട്ടോ. 2 അമ്മമാരും ചേർന്നാണ്. വീട്ടിലുണ്ടാക്കിയ സദ്യ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം തന്നെ നല്ല അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് കഴിച്ചു. ഞാൻ മാത്രമല്ല, വന്ന എല്ലാവർക്കും സദ്യ ഭയങ്കര ഇഷ്ടമായി. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ചടങ്ങ് മിസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. മനുവേട്ടൻ്റെ അച്ഛനുണ്ട്, പിന്നെ അതുപോലെ എൻ്റെ ആൻറ്റിമാരും കസിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. കാരണം അവർക്ക് കൂടാൻ പറ്റിയില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് കാണാനെങ്കിലും പറ്റിയല്ലോ. പക്ഷെ അവരെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മിസ് ചെയ്തായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ വന്ന എല്ലാവർക്കും തന്നെ ഇവിടെ ഫങ്ഷനും ഫുഡും ഒക്കെ ആയിട്ട്, പിന്നെ കുറച്ച് നേരം ഞങ്ങളുടേതായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ വീഡിയോസ് എടുക്കലും തമാശ പറയലും വർത്തമാനം പറയലും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ജോളിയായി. ഞാൻ നേരത്തെ പറഞ്ഞ ബഷീർ ഇതായി ഇരിക്കുന്നതാട്ടോ. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഞാനും ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ വേറൊന്നുമില്ല, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ടിങ് ടിങ്. അപ്പോൾ ബൈ.